എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അമ്പലപ്പുഴ അമ്പലത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. മറ്റുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. വിശ്വപ്രസിദ്ധമായ എൻ്റെ അമ്പലപ്പുഴ അമ്പലവും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാം. കുറേ പേരൊക്കെ വന്ന് കാണുമായിരിക്കും, വരാത്തവർ കാണും, അമ്പലത്തിലെ മാറ്റങ്ങൾ അറിയണ്ടേ. അപ്പോൾ എല്ലാം നമുക്കൊന്ന് കണ്ടുവരാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. വണ്ടിയിലാണെങ്കിൽ അമ്പലത്തിലോട്ട്, നടന്നാണെങ്കിൽ ഒരു 10 മിനിറ്റ്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഹൈവേയിലോട്ട് പോകുന്ന ബുദ്ധിമുട്ട് അതേ ഉള്ളൂ കേട്ടോ. വാഹന സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോക്ക് വരാനൊക്കെ സുഖമാണ്. അപ്പോൾ അമ്പലത്തിലോട്ട് നമ്മൾ എത്താറായിട്ടുണ്ട്. 4 പ്രധാന വാതിലുകളാണ് അമ്പലത്തിനുള്ളത്. കിഴക്കേ നട, പടിഞ്ഞാറേ നട, വടക്കേ നട, തെക്കേ നട എന്നാണ് പറയുന്നത്. നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ അമ്പലത്തിന് വടക്കു ഭാഗത്താണ്. അപ്പം നമുക്ക് അമ്പലത്തിൽ വടക്ക് നടയിൽ കൂടെ കയറാനാണ് എളുപ്പം. അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാവേ. നമ്മളത് ഇപ്പം ഹൈവേ എത്തും. ഹൈവേയിൽ എത്തുമ്പോൾ തന്നെ ബോർഡുണ്ട്, കിഴക്കേ നട വടക്കേ നട എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇത് നമ്മൾ കിഴക്കേ നടയിലേ, എന്നിട്ട് നമ്മൾ വടക്കേ നടയിലോട്ട് പോവുകയാണേ. ഇപ്പം നമ്മൾ വടക്കേ നടയിലെത്തും. ഇപ്പം തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ മുഴുവൻ ഗ്രൗണ്ടും കാണാൻ പറ്റും. കണ്ടോ, ഇതൊക്കെ സദ്യാലയമാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ സദ്യാലയം. അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ അമ്പലത്തിലോട്ട് ചെല്ലാനായിട്ട്. നല്ല തിരക്കുണ്ട്. വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിൽക്കുന്ന കണ്ടാലേ അമ്പലത്തിലെ തിരക്ക് നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് അമ്പലവും കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് കണ്ടുവരാം. ചരിത്രവും ഐതിഹ്യവും ലയിച്ച ഒരു പ്രസിദ്ധമായ അമ്പലം. പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈ ചമ്മട്ടിയും ഇടത് കൈ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപമാണ് ഞങ്ങളുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴ പാൽപ്പായസം വേലകളി വളരെ പ്രസിദ്ധമാണ്. എല്ലാവർക്കും കേട്ട് കാണുമായിരിക്കും. പഴയ നാട്ടുരാജാവായ ചെമ്പകശ്ശേരി രാജാവായിരുന്നു ഭരണാധികാരിയായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അമ്പനാട്ട് പണികർന്ന ഈഴവ ചേകവനാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സ്ഥലം നൽകിയത്. ഉപദേവതാ പ്രതിഷ്ഠകളും അമ്പലത്തിലുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷത്തോടെ നമുക്ക് അമ്പലവും പരിസരവും ഒക്കെ ഒന്ന് കണ്ടുവരാം. ജലശുദ്ധീകരണം നടക്കുന്നതുകൊണ്ട് നമുക്ക് കുളത്തിലോട്ട് പ്രവേശനമില്ല കേട്ടോ. ഇല്ലെങ്കിൽ കുളത്തിലിറങ്ങി മീനുകൾ ഇഷ്ടം പോലെയുണ്ട്. അവർക്ക് മലരോ വല്ല ആഹാരമായിട്ടൊക്കെ ഇട്ട് കൊടുത്ത് കാലും കണ്ണും മുഖമൊക്കെ കഴുകിയിട്ട് നമുക്ക് അമ്പലത്തിൽ കയറാം. അപ്പം ഞങ്ങൾ വേഗം അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. രസീത് കൗണ്ടറാണ് കേട്ടോ. നല്ല തിരക്കുണ്ടെങ്കിലാണ് ഈ 3-4 കൗണ്ടർ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കിയത്. അമ്പലത്തിലോട്ട് അകത്തോട്ട് നമുക്ക് ഫോൺ അനുവദനീയമല്ല കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറുന്നത്. ഈ ഗ്രില്ല് പോലെയൊക്കെ കാണാൻ നമ്മൾ ക്യൂ നിൽക്കുന്ന കേട്ടോ. ഇപ്പം ഇന്ന് അത്രയും തിരക്കില്ല. നമുക്കപ്പോൾ കിഴക്കേ നടയൊന്ന് കാണാം. ഇതാണ് കിഴക്കേ വാതിൽ എന്ന് പറയുന്നത്. മെയിൻ വാതിലാണ്. അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റാത്തവർക്ക്, ധൃതിയുള്ളവർക്കൊക്കെ പുറത്ത് നിന്ന് നല്ലോണം ഭഗവാനെ തൊഴുതിട്ട് പോകാൻ പറ്റും. ഇതാണ് ആനക്കൊട്ടിൽ. ആനക്കൊട്ടിൽ കാണുമ്പോൾ മനസ്സിലൊരു നൊമ്പരാട്ടോ. അന്നേരം അമ്പലപ്പുഴ വിജയകൃഷ്ണൻ്റെ ഓർമ്മ വരും. അത് നമ്മെ വിട്ട് പോയിരിക്കുന്നു. ആ ദുഃഖം മനസ്സിൽ വല്ലാത്ത ആടി താളം കെട്ടി കിടക്കുക. ന്യൂസിലൊക്കെ കണ്ടു കാണും, വലിയ വാർത്തയായിരുന്നു അതൊക്കെ. പിന്നെ നമുക്ക് കുളത്തിൻ്റെ സൈഡിൽ കൂടെ നേരെ നടന്ന് അമ്പലത്തിലോട്ട് പോകാം. ഞാൻ വേലകളി എന്ന് പറഞ്ഞില്ലേ, വേലകളി നടക്കുമ്പോഴത്തേക്കും ഈ കുളത്തിൻ്റെ സൈഡിലും ഒക്കെ നിന്നുണ്ടാട്ടോ. കുളത്തിവേലയെന്ന് പറയുമല്ലോ. കുഞ്ഞുനാട് മുതലേ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ കാണണമെന്നുള്ള ഉത്സവ സമയത്ത് ഇങ്ങനെ വന്നാൽ മതി. മീനമാസത്തിലെ തിരുവോണം നാളിലാണ് ഭഗവാന്റെ ആറാട്ട്. അതിനു മുമ്പ് 10 ദിവസം നമുക്ക് ഈ വേലകളിയൊക്കെ കാണാൻ പറ്റും. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വേലകളി തുടങ്ങും. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് അമ്പലപ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വില്ലുമംഗലത്ത് സ്വാമിയാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനം നിർണ്ണയിച്ചെന്നൊക്കെ കഥകളിൽ കേട്ടിട്ടുണ്ട്. പണ്ട് അമ്പലപ്പുഴ എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, താമ്പൂലപ്പുഴ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പ്രതിഷ്ഠാ സമയത്ത് നാരായണത്ത് ഭ്രാന്തൻ മുഖേനയാണ് അമ്പലപ്പുഴ എന്ന് പേര് വന്നതെന്നൊരു ഐതിഹ്യം കൂടി ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ ചോറൂണൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊരു കുഞ്ഞു വാഹിക്കൊണ്ട് മഞ്ചാടി വാഹിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അച്ഛനും അമ്മയും കുഞ്ഞും ഒരുമിച്ച് അവർ മഞ്ചാടി വാരി കേട്ടോ. ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിട്ട് അമ്പലത്തിലുണ്ടായിരുന്നത്. അവർക്ക് പാൽപ്പായസത്തിനെ പറ്റി ഒന്ന് അറിയാനിട്ട് എന്നോട് ഇടയ്ക്ക് ചോദിച്ചു. ഞാൻ രസീത് എടുക്കുന്നതും ക്യൂ നിൽക്കുന്നതെല്ലാം പറഞ്ഞു കൊടുത്തത്. ഒരു ഉണ്ണിക്കണ്ണൻ മഞ്ചാടി വരുന്നുണ്ടോ, വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ അത് കണ്ടപ്പോഴത്തേക്കും. പിന്നെ അതേ നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ കൂടെ അകത്തോട്ട് പ്രവേശനം ഇല്ല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ലോണം വീഡിയോ എല്ലാം എടുത്ത് കാണിച്ചേനെ. അമ്പലത്തിൽ ഇതാണ് മെയിൻ വാതിൽ കേട്ടോ. അകത്ത് കയറാതെ പുറത്ത് നിന്ന് തൊഴുന്നവർക്ക് ഇങ്ങനെ തൊഴുത് ഉപപ്രതിഷ്ഠകളെന്ന് പറഞ്ഞില്ലേ, ഗണപതിയും ഗുരുവായൂരപ്പൻ്റെയും നാഗരാജാവൊക്കെ നമുക്ക് വെളിയായിരുന്നു. മുമ്പ് ഇവിടെ തന്നെയായിരുന്നു, അത് പുറത്തോട്ട് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ കാണിക്കും.
നമുക്കിപ്പോൾ ഇതിലേ കൂടെ തൊഴുത് ഗണപതി ഭഗവാനെ തൊഴുത് ഗുരുവായൂരപ്പൻ്റെ അടുത്തോട്ട് പോകാം. എവിടെ നിന്ന് നോക്കിയാലും കുളവും ആനക്കൊട്ടിലൊക്കെ നല്ലോണം കാണാൻ പറ്റും കേട്ടോ. തൊഴാനുള്ള തിരക്കിനെക്കാട്ടി കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും പാൽപ്പായസം വാങ്ങിക്കാനുള്ള തിരക്കായിരുന്നു കേട്ടോ. ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ പാൽപ്പായസം വാങ്ങിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് രസീത് എടുക്കാതെ വരുന്നവർക്കാണെങ്കിൽ രാവിലെ 11 മണിക്ക് പിന്നെ രസീത് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നേരത്തെ മുതലേ ഈ നിൽക്കുന്നവരൊക്കെ അതിന് ക്യൂ നിന്നാലേ രസീത് കിട്ടത്തുള്ളൂ. അപ്പോൾ അവർക്ക് പാൽപ്പായസം കുടിക്കാനുള്ള കൊതി കാരണം ഒരു രസീത് എടുക്കാനായിട്ട് നിൽക്കുവാണേ. അപ്പോൾ അതിന് പിന്നെ ഒരു ഐതിഹ്യമുണ്ട്. അതായത് 1783 ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കപ്പെടുമെന്ന ഭയത്താൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഗുരുവായൂരിൽ നിന്നും ചെമ്പകശ്ശേരി, പണ്ടത്തെ രാജാവിൻ്റെ ഇതാണ്, ചെമ്പകശ്ശേരി അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവരാൻ രാജാവിൻ്റെ കൽപ്പന പ്രകാരം തെക്കേ മഠത്തിൽ ഒരു അമ്പലം പണിയിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. AD 1800 വിഗ്രഹം തിരിച്ച് ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയതായും കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിശിഷ്ട നൈവേദ്യമായ പാൽപ്പായസം കഴിക്കുവാനായിട്ട് എന്നും ഉച്ചപൂജ സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ എത്തുമെന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ ഗുരുവായൂർ അമ്പലം അടയ്ക്കുമെന്ന്. ആ സമയത്ത് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ശ്രീകൃഷ്ണ പരുന്ന് വട്ടമിട്ട് പറക്കും. അത് ഗുരുവായൂരപ്പൻ എന്ന സങ്കല്പമാണ് നമുക്കുള്ളത്. ഈ പാൽപ്പായസത്തിൽ ഒന്നിലധികം ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കറിയാവുന്നൊരു ഐതിഹ്യം കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അമ്പലപ്പുഴ രാജാവായിരുന്ന ചെമ്പകശ്ശേരിയിലെ ദേവനാരായണൻ ഒരു തമിഴ് പ്രഭുവിൽ നിന്നും ഒത്തിരി പണം കടം വാങ്ങിയുണ്ടായി. അദ്ദേഹത്തിന് പറഞ്ഞ സമയത്ത് കൃത്യമായി തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. തമിഴ് പ്രഭു അമ്പലപ്പുഴയിൽ വന്ന് ഭഗവാനെ, എനിക്ക് എൻ്റെ പൈസ കിട്ടാതെ ഉച്ചപൂജ നടത്തരുതെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇത് മനസ്സിലാക്കിയ രാജാവ് അമ്പലപ്പുഴയിലെ ദേശത്തെ മുഴുവൻ നെല്ലും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൊണ്ടുവന്ന് സംഭരിക്കാനായിട്ട് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുഴുവൻ നെല്ലും എത്തിയപ്പോൾ അത് അളന്നു മാറ്റാൻ തമിഴ് പ്രഭുവിനെ ആരും തന്നെ സഹായിച്ചില്ല. അദ്ദേഹത്തിന് ആകെ വിഷമമായി. അദ്ദേഹം നോക്കി നിൽക്കുന്ന ജോലിക്കാരെ നോക്കി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നിന്ന് പണം വാങ്ങിച്ച് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ നെല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ വേറെ ആരും സഹായിക്കാതെ അദ്ദേഹം തന്നെ നെല്ല് അളക്കണം എന്നൊരിത് വന്നപ്പോഴത്തേക്കും അദ്ദേഹം ആ പണിക്കാരോട് പറഞ്ഞു, ഈ നെല്ലിൻ്റെ പണവും പലിശയും ചേർത്ത് എൻ്റെ ഭഗവാന് ഇന്ന് മുതൽ എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം ഉണ്ടാക്കി നൽകിയാൽ മതിയെന്ന് പറഞ്ഞു. അന്ന് മുതലാണ് അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടായത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇനി ഇതാണ് തെക്കേ നട. ഇപ്പോൾ വടക്കേ നടയും കിഴക്കേ നടയും തെക്കേ നടയും കണ്ട്. തെക്കേ നടയിലാണ് അകത്തിരുന്ന നാഗരാജാവിൻ്റെ നാഗേശ്വരം പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത്. ആയില്യമായതുകൊണ്ട് അവിടെ പൂജ നടക്കുവാണേ. നമ്മളപ്പോൾ അവിടെ കാവിലും കൂടെ പോയി തൊഴുതിട്ട് തിരിച്ച് അമ്പലത്തിൻ്റെ വെളിയിൽ കൂടെ കിഴക്കേ നടയിലോട്ട് വരികയാണ്. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം എന്താ രുചിയെന്ന് എല്ലാവരും ചോദിക്കാറില്ലേ, എന്താ രഹസ്യമെന്ന്. ഒന്ന്, അമ്പലത്തിലെ മണിക്കിണറിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്, ഇതാണ് അമ്പലപ്പുഴയിലെ ഗോശാല. ഇവിടുത്തെ പശുക്കളുടെ പാലാണ് പായസത്തിന് ഉപയോഗിക്കുന്നത്. അതും രണ്ടാമത്തെ ഒരു പ്രത്യേകതയായിട്ട് കരുതുന്നു. അതുകൊണ്ടാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ രുചിയിൽ ഒരു പായസവും വേറെ എങ്ങും കിട്ടാത്തത്. ഇതാണ് കിഴക്കേ നട എന്നുള്ള വ്യൂ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒരാൽത്തറയിലവിടെ വന്ന് നല്ലോണം ശാന്തമായിട്ട് സമാധാനത്തോടെ കുറേ നേരം ഇരുന്ന് കേട്ടോ. ഇനി വൃശ്ചിക മാസം തുടങ്ങാൻ പോകുന്നത് കൊണ്ട് തന്നെ വൃശ്ചികം മുതൽ 41 ദിവസവും രാവിലത്തെ ഫുഡും ഉച്ചഭക്ഷണമൊക്കെ അമ്പലത്തിലുണ്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ സദ്യാലയത്തിൻ്റെ ഭാഗങ്ങളാണ്, സത്രമാണ്. അതിൻ്റെ ഇപ്പറയായിട്ട് ഇവിടെയാണ് നമ്മൾ പാൽപ്പായസം വെക്കുന്നത്. ഇതാണ് അമ്പലത്തിലെ കാള. വർഷങ്ങൾ നല്ല പ്രായമുള്ള കാളയാണ് കേട്ടോ. മണിയൻ എന്നാണ് പേര്. ഇത് തുളസീവനം എന്ന് പറയും. മുമ്പ് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശനം ഉണ്ടായിരുന്നു. ഇപ്പം ആരെയും കയറ്റി വിടത്തില്ല. നിറച്ചും തുളസിയും ചെടികളും ഒക്കെയാണ് കേട്ടോ. വിശ്രമിക്കാം, നല്ല കാറ്റാണ്. എത്ര നേരം വേണമെങ്കിലും. മറ്റേത് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് അകത്തോട്ട് കയറി ചെല്ലാൻ പറ്റുമായിരുന്നു, ഇപ്പം പറ്റത്തില്ല. പിന്നെ ഈ കാണുന്ന ആലിനൊരു പ്രത്യേകതയുണ്ട്, ആലും മാവും ഒരുമിച്ചാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന പടിഞ്ഞാറ നടയാണ് കേട്ടോ. പടിഞ്ഞാറ നടയെ കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. കാരണം ഇഷ്ടംപോലെ കച്ചവടക്കാരാണ്. അമ്പലത്തിൻ്റെ അകത്തേക്കുള്ള പൂജാ സാധനങ്ങൾ, അതല്ലാതെ കുഞ്ഞുങ്ങൾക്കുള്ളത്, അങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട്. നമുക്കതൊന്ന് വേഗം കണ്ടിട്ട് വരാം. നിങ്ങൾ സ്ഥിരം ഇവിടെ വരുന്നുണ്ടോ ഇതൊക്കെ കണ്ടിട്ടൊന്നും വാങ്ങിക്കാൻ നിൽക്കാത്തത്? നമ്മളെന്നും കാണുന്ന കാഴ്ചകളല്ലേ. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുപോലെയാണ് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെയൊക്കെ കാണുമ്പോഴത്തേക്കും.
നമുക്ക് പക്ഷേ ഇത് എപ്പോഴും വരുന്നത് കൊണ്ട് ആ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടൊന്നും ഞങ്ങൾ നിന്നില്ല. കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള ഒരുക്കമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അമ്പലപ്പുഴയിലെ വിശേഷങ്ങൾ. കുറച്ച് വിശേഷങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. ഇനി ഉത്സവമുണ്ട്, കളഭം എന്ന് പറഞ്ഞൊരു മഹോത്സവമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പം എല്ലാവരും അമ്പലപ്പുഴ അമ്പലം നല്ല വൃത്തിയായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ ഇനിയും അമ്പലപ്പുഴയിൽ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. ഞങ്ങൾ ഇതിൽ വെള്ളമെല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇപ്പം സമയം ഒരു 10:45 11 മണിയോടെ അടുത്ത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ. ഓക്കെ.